ഫുഡ് ഇൻഡസ്ട്രിക്കകത്ത് മേജറായിട്ടുള്ളൊരു ലീഡിങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഈ ദിവസം ഒരു 2 വീക്സ് ബാക്ക് എനിക്കൊരു കോൾ വന്നു. അവർക്കൊരു 50 ലക്ഷം രൂപ KSEBയിൽ നിന്ന് ഫൈൻ അടിച്ച് കിട്ടി. 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. അപ്പോൾ എത്ര വലിയ ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു 50 ലക്ഷം രൂപ KSEBയിലേക്കുള്ള ഫൈനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ഫണ്ട് ഒന്ന് ബ്ലോക്ക് ആവുന്ന ഒരു പ്രൊസീജിയറാണ്. ഈവൻ നമുക്കത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കേസ് കൊടുക്കാം. കേസ് കൊടുക്കണമെങ്കിൽ എന്തായിരുന്നു കാരണം? അവിടെ അൺഓതറൈസ്ഡ് ആയിട്ട് ലോഡ്സ് ഉണ്ടായിരുന്നു. അതായത് അവിടെ അവർ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കാത്തത് കൊണ്ട് അവർ മോട്ടറുകൾ പുതിയത് ആടി പോകുന്നു. പക്ഷേ ഇതിനെല്ലാം പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയോ KSEBയിൽ ഇത് ഡിക്ലെയർ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫൈൻ വന്നു. ഈ ഫൈൻ നമ്മൾ കേസിന് പോകണമെങ്കിൽ തന്നെ ഇതിൻ്റെ പകുതി പൈസ അടച്ചു വെച്ചാലേ കേസ് നമുക്ക് കൊടുക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടൊരു കോളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് ഇൻവോൾവ് ആയി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മനുവിൻ്റെ സേവനങ്ങൾ ലഭ്യമാണ്. ഇത് ആൾക്കാർക്കെല്ലാം ഒരു ഈ പറഞ്ഞ പേപ്പർ ഭാഗങ്ങളെല്ലാം വലിയൊരു എന്തോ ആണ് എന്നുള്ളൊരു ഫീലാണ് നിലവിൽ. അത് അതിനെക്കുറിച്ചൊരു നോളജ് കുറവായതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിലെല്ലാം പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലോഡ് KSEBയിൽ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറിയും ഒരു തലവേദന ഉണ്ടാവാത്ത രീതിയിൽ, അതാണ് നമ്മൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പ്രൊജക്റ്റ്.